പലരും നിസ്സഹായരായി പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തകളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പലരും തുനിയാറില്ല. താൻ ഇടപെട്ടിട്ട് എന്ത് കാര്യം എന്നുള്ളതൊക്കെ ആയിരിക്കും പലരുടെയും ചിന്തയിലുണ്ടാകുക. പക്ഷേ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം. ഇത് വിനായക് സച്ചിൻ. ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നാണല്ലോ താങ്കൾക്ക് ഒരു വിഷയത്തിൽ ഇടപെടാൻ തോന്നിയത്. അതെന്താണെന്ന് പറയും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ കേരള എക്സ്പ്രസ്സിൽ നിന്നും ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. കൊല്ലം എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയായിരുന്നു. അപ്പോൾ സ്ഥിരം ടൗണിൽ നിന്നാണ് ഞാൻ ട്രെയിൻ ബോർഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അന്ന് കേരള എക്സ്പ്രസ് കയറിയപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലത്ത് തന്നെ ഇറങ്ങാനുള്ള ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിനോട് സ്കോഡ് വന്നു. അപ്പോൾ അന്ന് സ്കോഡ് കയറിയപ്പോഴത്തേക്കും അദ്ദേഹത്തിനോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു, അത് കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ഇല്ല സാർ, കാരണം എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് വെച്ചപ്പോൾ എറണാകുളം ടൗണിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അണ്ടർസോഡ് കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് വെൻഡേഴ്സ് ഇല്ലായിരുന്നു, ടിക്കറ്റ് ക്ലർക്സ് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ UTS ട്രൈ ചെയ്തു, പക്ഷേ പുള്ളി കിട്ടിയില്ല. നെറ്റിൻ്റെ എന്ത് ഇഷ്യൂ ആണ്, മിക്കവാറും സെർവർ ഡൗൺ, അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഭീമമായ ഫൈൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 മാസമായി, എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 രൂപയ്ക്ക് പുറത്തൊരു ഫൈൻ കൊടുത്തു. കാരണം ഡൽഹിയും തൊട്ട് ഇവിടെയുള്ള ജനറൽ ടിക്കറ്റിൻ്റെ ഫൈനും എല്ലാം കൂടെ ചേർത്ത് ഒരു 10-2000 കൗണ്ടറിൽ ആളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കയറേണ്ടി വന്നത്, ടിക്കറ്റില്ല. അപ്പോൾ അതിനെ വല്ലാതെ ടച്ച് ചെയ്തു. അന്ന് രാത്രി തന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു, ഇതിൻ്റെ ഒരു കാര്യം എന്താണ്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വിവരാവകാശ നിയമപ്രകാരം RTI ഓൺലൈൻ കൊടുത്തു. ഇവിടുത്തെ ടിക്കറ്റ് ക്ലർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി ലിസ്റ്റ്, അവരുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ, മറ്റ് രേഖകൾ ചോദിച്ചുകൊണ്ട് വിവരാവകാശം കിട്ടും. എനിക്ക് ഒരു മാസം കഴിഞ്ഞ് അവിടുത്തെ ട്രിവാൻഡ്രം ഡിവിഷനിൽ നിന്ന് മറുപടിയും കിട്ടി, വ്യക്തമായ മറുപടികളെല്ലാം കിട്ടി. എംപ്ലോയ്മെൻറ്റ് പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും ഡ്യൂട്ടി ലിസ്റ്റും എല്ലാം ഉൾപ്പെടെ എനിക്ക് തന്നു. ഈ RTI പ്രകാരം എല്ലാ സമയത്തും ആളുണ്ടായിരുന്നില്ല? ഇല്ല, എല്ലാ സമയത്തും ആരും ഉണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾ ഒരാൾ ഇടപെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരാൾ പിന്നിലുണ്ട്. അതെ, അതിനെ തുടർന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഉദ്യോഗസ്ഥരെ എപ്പോഴും അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്താൽ അവർ പ്രവർത്തിക്കും. ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും അവൻ്റെ ഡീറ്റെയിൽസും എടുക്കുമ്പോൾ അവർക്ക് ഊഹിക്കാം ആരും ഇതിൻ്റെ പുറയിൽ അവർക്കെതിരെ പരാതിയായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനെ തുടർന്നായിരിക്കും ഒരു ആക്ഷൻ ഉണ്ടായി. പിന്നെ ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു വിവരാവകാശം ഇട്ടു. കാരണം ഇതിനെ തുടർന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ. പക്ഷേ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഓഗസ്റ്റിൽ 15 ലക്ഷമായിരുന്നു ഇവിടുത്തെ ടോട്ടൽ റവന്യൂ അണ്ടർസോഡ്. വിവരാവകാശം ഇട്ട് ഇവിടെ ആൾക്കാർ വന്നതിന് ശേഷം 24 ലക്ഷത്തിലേക്ക് ഉയർന്നു ഏകദേശം. അപ്പോൾ ഏകദേശം ഒരു 5-9 ലക്ഷത്തോളം രൂപ ഇവരുടെ റവന്യൂ വരുമാനം റെയിൽവേക്ക് ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് വെൻഡിങ് എഫിഷ്യൻ്റായിട്ട് നടക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതായത് ഒരു പൗരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റമാണ് താങ്കൾ ഈ രണ്ട് RTI കൊണ്ട് തന്നെ കൊണ്ടുവന്നത്. അത് തീർച്ചയായിട്ടും. കാരണം ജനാധിപത്യത്തിൽ പൗരന്മാരെടുക്കുന്ന ഒരു നിസ്സഹായമായ സ്റ്റാൻഡാണ് നമ്മൾ വിചാരിച്ച് എന്ത് നടക്കും, ഒരു സാധാരണക്കാരനെ വിചാരിച്ചു അതൊരു ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നിയമപരീക്ഷ ഈ രാജ്യത്തുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നില്ല. അതാണ് വാസ്തവം. മറ്റുള്ളവരുടെ നിസ്സഹായാവസ്ഥയിൽ പകച്ചു നിൽക്കാതെ ഇടപെടുക, നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതു സംവിധാനങ്ങൾ കാര്യക്ഷമമാകും എന്നുള്ളതിൻ്റെ തെളിവാണ് വിനായക് സച്ചിൻ നമുക്ക് വ്യക്തമാക്കി തന്നത്. ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകട്ടെ. വിനു പാമ്പയ്ക്കൊപ്പം അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അരുൺ, മറ്റൊരാളുടെ ഒരു അവസ്ഥ കണ്ട് മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടപെട്ട ഒരാളാണ് വിനായക് സച്ചിൻ എന്ന് ഞാൻ പറയും. അയാൾക്ക് പറ്റിയൊരു പ്രശ്നമല്ല, പക്ഷേ പൊതു സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുന്ന ഒരു പൗരനാണ് അദ്ദേഹം. നമ്മളും പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനു ഇടപെടണം, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിചാരിച്ചാൽ എന്തോ കാര്യം സാധിച്ചെടുക്കാനായി ഈ നാട്ടിൽ എന്നുള്ളത്. അതിന് ഉത്തരവല്ലേ വിനായക് നൽകുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങളെ അത് ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇവിടുത്തെ സംവിധാനത്തിന് പോലും നാണക്കേടാണ്. അത് അവരും ഓർക്കണം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളും അവയിൽ പ്രവർത്തിക്കുന്നവരും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. അത് ഈ വാർത്തയിൽ തന്നെ പ്രതിപാദിക്കുന്ന റെയിൽവേയുടെ കാര്യം എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്ത് സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതൊന്നും അവർ വിലയിരുത്താറില്ല. അവർ പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ കംഫർട്ട് എന്താണ് അതിനനുസരിച്ച് ജോലി ചെയ്യുക എന്നതാണ്. അങ്ങനെ പോകുമ്പോഴാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, പൊതുജനങ്ങൾക്ക് വലിയ നീരസം ഉണ്ടാകുന്നത്, അവർ നിസ്സഹായരായി പോകുന്നത്. പക്ഷെ ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരും മെനക്കെടാറില്ല. ഞാൻ ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു അവകാശങ്ങളും ഇല്ലല്ലോ, അധികാരങ്ങളില്ലല്ലോ, അപ്പോൾ ഞാൻ ചോദ്യം ചെയ്തിട്ടൊന്നും സംഭവിക്കില്ല എന്നൊരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്. പക്ഷേ ആ മെൻറ്റാലിറ്റി ശരിയല്ല എന്ന് കാണിച്ചു തരികയാണ് അഭിഭാഷകനായ വിനായക് സച്ചിൻ. നമ്മൾ ഒരാൾ ഇടപെട്ടാൽ പോലും
വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് RTI ആണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള അപേക്ഷയാണ് അദ്ദേഹം അതിനൊരു ആയുധമായിട്ട് ഉപയോഗിച്ചത്. ഒരു 2 RTI, ഒറ്റ RTIയിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നുള്ളത് ഈ വാർത്തയിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടുപോയതാണ്. കാരണം അദ്ദേഹം കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഈ ഫൈൻ അടിച്ചു കൊടുക്കുന്നതെന്ന് കണ്ടത്. ഏകദേശം എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ യാത്ര ചെയ്ത ആൾക്ക് ഫൈൻ അടിച്ചത് 2000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ട് വിഷമം തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് ഇടപെടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം വലുതാണ്. അത് പൊതുജനങ്ങൾക്ക് മാത്രമല്ല, മാറ്റമുണ്ടായത് അല്ലെങ്കിൽ ഗുണമുണ്ടായത് റെയിൽവേക്ക് കൂടിയാണ്. അദ്ദേഹം ആദ്യം അപേക്ഷ കൊടുത്തത് ഈ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് കൗണ്ടറിലെ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയവും ഡ്യൂട്ടി എടുത്തവരുടെ വിശദാംശങ്ങളുമായിരുന്നു. അപ്പോൾ തന്നെ റെയിൽവേക്ക് മനസ്സിലായി ആരോ ഇതിന് പിന്നാലെ ഉണ്ട്, എന്തോ പണി തരാനാണെന്ന്. അപ്പോൾ അതോടുകൂടി അവരെന്ത് ചെയ്തു, ഈ കൃത്യമായി ഡ്യൂട്ടിക്ക് വരാൻ തുടങ്ങി, കൃത്യമായിട്ട് ആ കൗണ്ടർ പ്രവർത്തിക്കാൻ തുടങ്ങി, കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. അതോടുകൂടി അത് പൊതുജനങ്ങൾക്ക് വലിയ മാറുകയും ചെയ്തു. പക്ഷേ അത് എത്രത്തോളം ഗുണപ്രദമായെന്നും നമുക്കറിയണ്ടേ. അതുകൊണ്ടാണ് അദ്ദേഹം 2ാമത്തെ RTI കൊടുത്തത്. 2ാമത്തെ RTI കൊടുത്തപ്പോഴാണ് എത്രത്തോളം വലിയ നേട്ടമാണ് അദ്ദേഹം റെയിൽവേക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് വ്യക്തമായത്. തീർച്ചയായും അതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന് 2000 രൂപയുടെ ഫൈൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ വിനായക് സച്ചിൻ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു, ഒരു പൊതുസംവിധാനത്തിന് ഇത്രത്തോളം നാണക്കേട് ഉണ്ടാകേണ്ടി വരില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് ആരാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായാലും നമ്മൾ ഒരാൾ വിചാരിച്ചാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടപ്പാക്കാനാകും. വിനായക് പറയുന്നത് പോലെ തന്നെ അതിനു വേണ്ടുന്ന നിയമ സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കാം.